ഏതൊരാഹാരവും രുചികരമാവുന്നത് അത് വിളമ്പുന്ന ആളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോഴാണ്, ആ നിറവ് കാണുമ്പോഴാണ്. ചേച്ചി പേരെന്താ? ഓക്കെ. ഇവിടെ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? PR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് കഴിക്കേണ്ടത്? ബാഹുബലി ദോശയാണ്. ബാഹുബലി ദോശ ഒരാൾ കഴിച്ചു തീർക്കാൻ പറ്റുമോ? ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഫാമിലി ദോശയാണ്. ഫാമിലി ദോശ. ഞാനത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ഷെയർ ചെയ്യൂ? ഷെയർ ചെയ്യും. ഓക്കെ. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. ഞാനും സൗമ്യ ചേച്ചിയും കൂടെ ചേച്ചി പറഞ്ഞിട്ടുള്ള ഈ ഒരു വലിയ ബാഹുബലി ദോശ ഒന്ന് കഴിക്കാൻ തീരുമാനിച്ചു. ചട്നി മമ്മി റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്ന ഏറ്റവും വലിയ ദോശയുടെ സൈസാണ് നിങ്ങളീ കണ്ടത്. ഇനി ഇവിടുത്തെ നോർമൽ ദോശയുടെ സൈസ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വലിയ 2 ദോശ ഉണ്ടാക്കി അതിനെ ഒരു ഒറ്റ സംഭവമായിട്ട് വലുതാക്കി റോൾ ചെയ്യുന്നതാണ് ഈ ഒരു ബാഹുബലി ദോശ. ഈ ഒരു ദോശ വിളമ്പാൻ വേണ്ടി മാത്രം ഇത്രയും വലിയ ഒരു സ്റ്റീൽ പാത്രം ഇവിടെയുണ്ട്. പാത്രത്തിന്റെ വലുപ്പത്തിൽ വാഴയില ഇങ്ങനെ വിരിക്കുന്നു. അതിലേക്കായിട്ട് കറികൾ വിളമ്പാണ് കേട്ടോ. സാമ്പാറും ചട്നിയും പായസവും വടയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കറി സെറ്റപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. മണിനാഥം മുഴക്കി ബാഹുബലി സിനിമയിലെ BGM ഒക്കെ ഇട്ടാണ് ഈ ദോശ നമ്മുടെ മുമ്പിൽ എത്തുന്നത് കേട്ടോ. പക്ഷെ ഞാനിവിടെ പറയുന്നത് ഈ ദോശയുടെ രുചിയെ പറ്റിയിട്ടല്ല. ആഹാരം കഴിക്കാൻ വരുന്ന ഒരാളിനെ മാന്യമായി സ്വീകരിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു ആതിഥ്യ മര്യാദയല്ലേ, അത് പ്രൊവൈഡ് ചെയ്യുന്ന സൗമ്യ ചേച്ചി പോലൊരു സ്റ്റാഫിനെ എന്റെ ഈ വീഡിയോയിലൂടെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വിലക്കുറവും മികച്ച രുചി മാത്രമല്ല, ഇങ്ങനെ ചില കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് ഫുഡ് ബ്ലോഗിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രിവാൻഡ്രം MC റോഡിൽ വെഞ്ഞാറമൂട് പുളിമാത്തിലുള്ള ചട്നി മാമി റെസ്റ്റോറൻറ്റിലാണ് ഞാനുള്ളത്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.